MSCയെ പോലെയുള്ള പ്രൊഫഷണലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ലോജിസ്റ്റിക്സ് കമ്പനി ഈ വിഴിഞ്ഞത്തേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഴിഞ്ഞത്തിന് ഒരുപാട് സാധ്യതകൾ എത്തിക്കുകയാണ്. കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കൂടുതലായിട്ട് തൊഴിൽ ലഭിക്കുന്ന അവസരം ഉണ്ടാവും. അതല്ല എങ്കിൽ ഞാനിപ്പോഴും പറയുന്നു, ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും അന്യ സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികൾ വന്ന് പണിയെടുക്കുന്നത് പോലെ തന്നെ ഇതും അന്യ സംസ്ഥാനത്തു നിന്ന് ഉള്ള ആളുകൾ വന്ന് പണിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്താണ് ഡോക്യുമെന്റേഷൻ എന്ന് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് നമ്മുടെ സംസ്ഥാനത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും അറിയാൻ പാടില്ലാത്ത കുറേ ഊളകൾ നടത്തുന്ന സ്ഥാപനത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇത് കൃത്യമായിട്ട് മറൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സ് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തന്നെ മുൻകൈ എടുക്കണമെന്നാണ് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കേരളത്തിലെ ബിടെക് വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ട് ജോലി ലഭിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേഷൻ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ന് കേരളത്തിൽ. 40 മുതൽ 60 വർഷം വരെയാണ് മാക്സിമം ഈ അദാനിക്ക് ഈ പോർട്ടിന്റെ നടത്തിപ്പുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അത് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലായി. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലേക്ക് തിരിച്ചു കിട്ടുകയാണത്. നമസ്കാരം. ബെക്കാഡി ഡീലിന് പുറമെ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നലെ നിയമസഭയെ പ്രക്ഷുബ്ധമാക്കിയത്. വിഴിഞ്ഞത്തുള്ള തങ്ങളുടെ ഓഹരി അദാനി MSC എന്നൊരു ആഗോള ഭീമനെ വിൽക്കാൻ പോകുന്നു. ഒരു വിശാലാർത്ഥത്തിൽ നോക്കിയാൽ അത് കേരളത്തിൻ്റെ വികസനത്തിന് വലിയ ഉപകാരപ്രദമാകുന്ന ഒരു മാറ്റം തന്നെയാണ്, നീക്കമാണ്. പക്ഷെ ഇന്ത്യയിലെ ഒരു നിയമം അനുസരിച്ച് ഏകദേശം 25% മുകളിൽ ഓഹരി വിറ്റ് കഴിഞ്ഞാൽ ഉടമസ്ഥാവകാശം കൈമാറുന്നതിന് തുല്യ. അപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത് അങ്ങനെ ഒരു നീക്കം നടന്നിട്ടില്ല, അദാനി അതിനുവേണ്ടി സമീപിച്ചിട്ടില്ലാന്ന്. ഈ MSC എന്താണെന്ന് നമുക്കറിയാം. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ ഗതാഗത ചരക്ക് നീക്ക ഒരു കമ്പനിയാണ്. ആ കമ്പനികളിലൊന്നാണ്. കേരളത്തിന് ഗുണകരമാകുന്ന ഒരു നീക്കമാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത് സത്യമാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം നമുക്കറിയാം കേരളത്തിൻ്റെ അഭിമാന പദ്ധതികളൊന്നാണ്. വിഴിഞ്ഞത്തിൻ്റെ നല്ലൊരു ശതമാനം ഓഹരി ഒരു വിദേശ കമ്പനിക്ക് കൈമാറുന്നത് നമ്മുടെ ഒരു അഭിമാന പദ്ധതി സ്വകാര്യവൽക്കരിക്കുന്നതിന് തുല്യമാകുന്നു എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? അതായത് ബെക്കാഡിയുമായി ബന്ധപ്പെട്ട വിഷയം ആദ്യം പറഞ്ഞു പോകാം. ബെക്കാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, അതായത് LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അത് ഹോട്ടി വൈൻ പ്രൊജക്റ്റ് ആയിരുന്നു. അതായത് പച്ചക്കറികളിൽ നിന്നും അതോടെ പഴവർഗ്ഗങ്ങളിൽ നിന്നും ഒക്കെ വൈൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതിയായിരുന്നു ഈ ഹോട്ടി വൈൻ പദ്ധതി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെക്കാഡി പോലെയുള്ളൊരു കമ്പനിക്ക്, അതായത് വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാൻ, അതായത് 20% മാത്രം ആൽക്കഹോളിക് കണ്ടന്റുള്ള മദ്യം നിർമ്മിക്കുന്ന സമയത്ത് അവർക്ക് ടാക്സിലാണ് ഇളവ് കൊടുത്തിരിക്കുന്നത്. അതായത് 50% ടാക്സ് ഇളവ് നൽകുന്നതിലൂടെ സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു നഷ്ടമുണ്ടാകുന്നു, വരുമാന നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഈ വരുമാന നഷ്ടത്തെയാണ് അഴിമതി എന്ന് നമുക്ക് കണ്ണടച്ചു വിളിക്കാൻ പറ്റും. അതിൽ പക്ക ഡീലാണത്, പക്ക അഴിമതിയാണ്. എന്നാൽ ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് വിഴിഞ്ഞത്തെ സംഭവം അതല്ല. വിഴിഞ്ഞത്ത് ഇപ്പോൾ MSC എന്ന് പറയുന്ന കമ്പനി, നമ്മളുടെ ഒരു ആശങ്ക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിദേശ കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ MSCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ഗ്യുയാൽജി അപ്പോണ്ടെ എന്ന് പറയുന്ന ആളാണ്. ഇതിൻ്റെ ഗ്രൂപ്പ് പ്രസിഡന്റ് ഡിയോഗോ അപ്പോണ്ടെയാണ്, അദ്ദേഹത്തിൻ്റെ മകനാണ്. അതുകൊണ്ട് സോറ ടോഫ്റ്റ് ആണ് അതിൻ്റെ CEO. വലിയ കമ്പനിയാണ്, ഗ്ലോബലി തന്നെ വലിയൊരു കമ്പനിയാണത്. ഏകദേശം 1000-ഓളം ഷിപ്പ് അവർക്കുണ്ട്. 300-ഓളം റൂട്ട്സ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റാലിയൻ കമ്പനിയാണ്. റൂട്ട്സ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 520 പോർട്ട്സിൽ കൂടി അവർ സർവീസ് നടത്തുന്നുണ്ട്. അവർ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. 155 കൺട്രിയിൽ അവരുണ്ട്. 7ഓളം എയർക്രാഫ്റ്റുകൾ അവർക്കുണ്ട്. 675 ഓഫീസസ് ഉണ്ട്. ഓൾ ഓവർ വേൾഡ് ആയിട്ട് അവർക്ക് ഏകദേശം 2 ലക്ഷത്തോളം എംപ്ലോയീസ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞതിന് ശേഷം പോകുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൂടാതെ തന്നെ ഈ MSC കമ്പനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന നേട്ടമാണ് നമുക്ക് ആദ്യം പറഞ്ഞു പോകാം. നേട്ടം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% ഷെയർ അല്ല ഒരു കാരണവശാലും അദാനി ഈ പറഞ്ഞ MSCക്ക് വിറ്റിട്ടുള്ളത്. അദാനി വിറ്റിട്ടുള്ളത് അദാനിയുടെ കൈവശമുള്ള വിഴിഞ്ഞം പോർട്ടിൻ്റെ 35% ഷെയർ ഉണ്ട്. ഈ 35% ഷെയറും അതുകൂടാതെ 2028 വരെ ഈ വിഴിഞ്ഞം പോർട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട തുകയും ഇതിനെല്ലാം കൂടെ ആകെ കൂട്ടിയതിന് ശേഷം മൊത്തം ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഒരു വാല്യൂ എടുത്ത് ആ വാല്യൂവിൻ്റെ 49% ഷെയറാണ് ഈ പറഞ്ഞ MSC എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തിട്ടുള്ളത്. അത് ഏകദേശം 13,230 കോടി രൂപയാണ് വരുന്നത്. ഈ പറഞ്ഞ തുകയാണ് ഇപ്പോൾ MSC കമ്പനി ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി പോകുന്നത്. MSCയെ പോലെയുള്ള പ്രൊഫഷണലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ലോജിസ്റ്റിക്സ് കമ്പനി ഈ വിഴിഞ്ഞത്തേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഴിഞ്ഞത്തിന് ഒരുപാട് സാധ്യതകൾ എത്തിക്കുകയാണ്. ഇതുകൂടാണ്ട് വിഴിഞ്ഞവുമായിട്ട് കണക്ടിവിറ്റി ആയിട്ട് ഒരുപാട് മിനി പോർട്ടുകൾ വരുന്നുണ്ട്. അത് പൊന്നാനി പോർട്ട് വരെ അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ പോർട്ട്
എഫർട്ടുകളൊക്കെ ഏതെങ്കിലും കുത്തകളിലേക്ക് പോകുമോ എന്നൊരു ആശങ്കയുണ്ട്. ഈ വിദേശ കമ്പനികളുടെ വരവ് നമുക്ക് ഗുണം ചെയ്യുമെങ്കിൽ തന്നെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പോലെയുള്ള കമ്പനികളുടെ വരവ് ഏത് തരത്തിലാണ് ഇന്ത്യയെ, അന്ന് നാട്ടുരാജ്യങ്ങളായിരുന്നു, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല, ഈ നാട്ടുരാജ്യങ്ങളെയൊക്കെ ഏത് തരത്തിൽ ബാധിച്ചു എന്നുള്ളത് നമ്മളുടെ ചരിത്രം നമ്മുടെ കൺമുമ്പിലുണ്ട്. അതാണ് മുഖ്യമന്ത്രി അതിനകത്ത് ശക്തമായ ഒരു ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ ഇന്ന് നിയമസഭയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാന്ന് പറഞ്ഞിരിക്കുന്നത്. തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ആ വിഷയം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഒരു ഇന്റർനാഷണൽ കമ്പനി, ആ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് പാലിക്കപ്പെടേണ്ട ഫോർമാലിറ്റികളൊക്കെ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അതോ ഇതിനു മുമ്പ് മുംബൈയിൽ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഓഫീസുണ്ട്. അപ്പോൾ മുംബൈയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദേശ കമ്പനി തീർച്ചയായിട്ടും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അനുമതികളും നേരത്തെ തന്നെ വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് പ്രകാരം കേരളത്തിൽ അവർക്ക് വന്നിട്ട് ഒരു പോർട്ട് ഷെയർ എടുക്കുന്നതിൽ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും തടസ്സമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. ഇത് കൂടാതെ തന്നെ ഇത് കൊണ്ടുവരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ വിഴിഞ്ഞത്ത് വരുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പുറകെ പോയി അവിടെ ബഹളം ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ഈ വിഴിഞ്ഞത്തോട് അടുപ്പിച്ച് വരാൻ സാധ്യതയുള്ള വെയർ ഹൗസുകളുണ്ട്, ഓപ്പറേറ്റിംഗ് സ്റ്റേഷനുകളുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തുകയാണ് വേണ്ടത്. സ്ഥലം കണ്ടെത്തിയിട്ട് കൂടുതൽ മലയാളി ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് വെയർ ഹൗസ് ഉൾപ്പെടെയുള്ള ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ഒരുക്കുകയാണ് വേണ്ടത്. മറിച്ച് നമ്മുടെ സംസ്ഥാനത്തെ അങ്ങനെ ഒരുക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം പോവുക തമിഴ്നാട്ടിലേക്കായിരിക്കും. ഈ സ്ഥലത്തിൻ്റെ ലഭ്യതയിലായ വരുമ്പോഴത്തേക്ക് ഈ പദ്ധതികളെല്ലാം പോവുക നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും, തമിഴ്നാട്ടിലേക്കായിരിക്കും. അപ്പോൾ വിഴിഞ്ഞം കേരളത്തിൻ്റെ കൈവശം നിൽക്കുകയും കേരള സർക്കാരിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് മൊത്തം ഉണ്ടാവുക ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടിനാകും എന്ന ഒരവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ സംസ്ഥാനത്ത് നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ബിടെക് വിദ്യാർത്ഥികൾക്ക്, ആ ബിടെക് വിദ്യാർത്ഥികൾക്ക് ലോജിസ്റ്റിക്സ് മേഖലയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം നമ്മുടെ ക്യാമ്പസുകളെ അപ്ഡേറ്റ് ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. 2026-27 തന്നെ സിലബസുകൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ലോജിസ്റ്റിക്സിന് പ്രാധാന്യമുള്ള കോഴ്സുകൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട്, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പഠനം നടത്തേണ്ടത്. അത് പഠിച്ചതിന് ശേഷം ഇതിനൊക്കെ അധികം വലിയൊരു കാലാവധി കൊടുക്കാൻ പാടില്ല. ഒരു മാസമോ 2 മാസം കൊണ്ട് തന്നെ ഈ പഠനം പൂർത്തിയാക്കി ഈ വർഷം തന്നെ ഇപ്പോൾ നിലവിലുള്ള സിലബസിൻ്റെ കൂട്ടത്തിൽ ഒരു അഡീഷണൽ സബ്ജക്റ്റ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം. അല്ലെങ്കിൽ ഇതൊരു എക്സ്ട്രാ സിലബസ് ആയിട്ട് തന്നെ കയറ്റട്ടെ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ കപ്പലിൻ്റെ അകത്തുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് വരുന്നത്? ഡെക്ക് കേഡറ്റ്, എഞ്ചിൻ കേഡറ്റ്, തേർഡ് ഓഫീസർ, സെക്കൻഡ് ഓഫീസർ, ചീഫ് ഓഫീസർ, തേർഡ് എഞ്ചിനീയർ, സെക്കൻഡ് എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ, ക്യാപ്റ്റൻ, മാസ്റ്റർ, ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ ETO, ഏബിൾ സീമാൻ, ഓർഡിനറി സീമാൻ, ഓയിലർ, ഫിറ്റർ, കുക്ക്, ചീഫ് കുക്ക്, സ്റ്റുവാർഡ്. ഇനി ഇത് കപ്പലിനകത്ത് വരുന്ന ജോലികളാണ്. ഇത് കൂടാതെ ഇപ്പം ഓഫീസ് ജോബുകൾ, അതായത് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ്, കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, ഡോക്യുമെന്റേഷൻ എക്സിക്യൂട്ടീവ്, ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, ഫിനാൻസ് അക്കൗണ്ട്സ്, HR, IT സപ്പോർട്ട്, പോർട്ട് ഓപ്പറേഷൻസ്, പ്രൊക്യൂർമെൻറ്റ്, സപ്ലൈ ചെയിൻ അനലിസ്റ്റ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഓഫീസ് ജോബിലായിരിക്കും മലയാളികൾക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് മറ്റേ കപ്പലിനകത്തുള്ള ജോലിക്ക് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. ഈ ഷിപ്പിങ്ങിൻ്റെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് മുതൽ സപ്ലൈ ചെയിൻ അനലിസ്റ്റ് വരെയുള്ള ആളുകളുടെ യോഗ്യത എന്തായിരിക്കണം? അവർക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ MSc കമ്പനി ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻസ് എന്താണ്? അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും അഡീഷണൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇപ്പോൾ നമ്മുടെ പഠിച്ചിറങ്ങിയുള്ള ബിടെക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ടതുണ്ടോ? ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഇത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മളുടെ യൂണിവേഴ്സിറ്റികളെ പരിഷ്കരിക്കണം. അത് കൂടാതെ തന്നെ പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും, ജോലി ലഭിക്കാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ജോബ് ട്രെയിനിങ് ആണ് നൽകേണ്ടത്. ആ ജോബ് ട്രെയിനിങ് നൽകിയാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കൂടുതലായിട്ട് തൊഴിൽ ലഭിക്കുന്ന അവസരം ഉണ്ടാവും. അതല്ല എങ്കിൽ ഞാനിപ്പോഴും പറയുന്നു, ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും അന്യ സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികൾ വന്ന് പണിയെടുക്കുന്നത് പോലെ തന്നെ ഇതും അന്യ സംസ്ഥാനത്തു നിന്ന് ഉള്ള ആളുകൾ വന്ന് പണിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇനി നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഓൾറെഡി MSc എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മലയാളികളുണ്ട്. ഈ മലയാളികൾ ഏതൊക്കെ കാറ്റഗറിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൊണ്ട് പരിശോധിക്കാം. കസ്റ്റമർ സർവീസ്, ഡോക്യുമെന്റേഷൻ എക്സിക്യൂട്ടീവ്, അതായത്
എക്സ്പോർട്ടിലെ അല്ലെങ്കിൽ ഷിപ്പിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്യുമെന്റേഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. എനിക്ക് പരിചയം വെച്ച് പറയുകയാണെങ്കിൽ ബോംബെ തുടങ്ങി എനിക്ക് പരിചയമുണ്ട് ഈ ലോജിസ്റ്റിക്സിൻ്റെമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ തുടങ്ങി നമ്മൾക്ക് എപ്പോഴും കിട്ടാതെ വരുന്ന ആളാണ് ഈ ഡോക്യുമെന്റേഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. കാരണം ഇത് വളരെ കൃത്യമായിട്ട് ഇരുന്ന് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഡോക്യുമെന്റേഷൻ ചെയ്യാൻ അറിയാവുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഈ ഡോക്യുമെന്റേഷൻ എക്സിക്യൂട്ടീവിന് പിന്നീട് ഫ്യൂച്ചറിലേക്ക് വേണമെങ്കിൽ ഒരു എക്സ്പോർട്ടറായിട്ട് മാറാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വസ്തുത ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഡോക്യുമെന്റേഷൻ എക്സിക്യൂട്ടീവ്. അപ്പോൾ എന്താണ് ഡോക്യുമെന്റേഷൻ എന്ന് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് നമ്മുടെ സംസ്ഥാനത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും അറിയാൻ പാടില്ലാത്ത കുറേ ഊളകൾ നടത്തുന്ന സ്ഥാപനത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇത് കൃത്യമായിട്ട് മറൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സ് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തന്നെ മുൻകൈ എടുക്കണമെന്നാണ് പറയുന്നത്. അതുകൂടാണ്ട് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ്, ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ് ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിലബസ് കൃത്യമായിട്ട് തയ്യാറാക്കിയിട്ട് വേണം സർക്കാർ ഇറങ്ങാനായിട്ട്, സർക്കാർ മുൻപോട്ട് പോകാനായിട്ട്. അതുകൂടാണ്ട് സെയിൽസിലെ ഫിനാൻസ്, HR, IT സപ്പോർട്ട്. അപ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി ഇതിവിടെ എങ്ങനെയാണ് ജോലിക്ക് അപേക്ഷിക്കുന്നത് എന്നുകൊണ്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വാലിഡ് ആയിട്ടുള്ളൊരു പാസ്പോർട്ട് ഉണ്ടാവണം. വാലിഡ് പാസ്പോർട്ട് കമ്പൽസറിയാണ്. അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, അതായത് നമ്മൾ മറ്റേതെങ്കിലും കമ്പനിയുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. STCW ബേസിക് സേഫ്റ്റി ട്രെയിനിങ്, അതൊക്കെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോയിട്ട് വേണം ഇതൊക്കെ എടുക്കാനായിട്ട് കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഈ ട്രെയിനിങ് ആ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേപ്പറിൻ്റെ വിലയില്ലാത്ത കുറേ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇതൊക്കെ ഒന്ന് അടച്ചു പൂട്ടാനായിട്ട് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ പൊതു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ ഒന്ന് തയ്യാറാവണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ തയ്യാറാവണം. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ക്വാളിഫിക്കേഷൻ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരളത്തിൽ DG ഷിപ്പിങ്ങിൻ്റെ അപ്രൂവൽ ഇല്ലാത്ത എല്ലാ കോഴ്സുകളും നിർത്തലാക്കണം. എന്നാൽ മാത്രമേ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പ്രയോജനം നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കുണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ കേരളത്തിലെ ചെറുപ്പക്കാർക്കുണ്ടാവത്തുള്ളൂ. ഇതിപ്പോൾ DG ഷിപ്പിങ്ങിൻ്റെ ഒന്നും അപ്രൂവ് ഇല്ലാത്ത കുറേ കോഴ്സുകൾ. അപ്പോൾ ഇങ്ങനെ കുറേ സ്വയം പ്രഖ്യാപിത സർട്ടിഫിക്കറ്റുകളാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് ഈ DG ഷിപ്പിങ്ങിൻ്റെ അപ്രൂവലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഇവിടെ പഠിപ്പിക്കണം. അതാകുമ്പോൾ കൃത്യമായിട്ട് അവർക്കൊരു സിലബസ് ഉണ്ടാവും. ആ സിലബസ് വെച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. പിന്നെ ഗുഡ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കേരളത്തിലെ BTech വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ട് ജോലി ലഭിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേഷൻ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ന് കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിനെ ഗവൺമെൻറ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മലയാളം മീഡിയങ്ങളിലൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷ് കൂടുതലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും നമ്മുടെ വിദ്യാർത്ഥികളുടെ, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എങ്ങനെ ഇമ്പ്രൂവ് ആക്കാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു പദ്ധതി തന്നെ സംസ്ഥാന സർക്കാരിനുണ്ടാവണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വേക്കൻസികളുണ്ട്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇനി ഇതിൻ്റെ പേരിൽ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ഭരണപക്ഷവും തമ്മിൽ കിടന്ന് അടിക്കുകയല്ല വേണ്ടത്. ഏറ്റവും കുറഞ്ഞത് ഒരു 10,000-ഓളം വരുന്ന BTechകാർക്കും ഡിഗ്രിക്കാർക്കും +2 കഴിഞ്ഞ ആളുകൾക്കും തൊഴിൽ ലഭിക്കാൻ പോകുന്ന ഒരു വലിയ കമ്പനിയാണ് MSc എന്ന് പറയുന്നത്. അതൊരു മൾട്ടിനാഷണൽ കമ്പനി തന്നെയാണ്. അതിൻ്റെ ആശങ്കകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ആ ആശങ്കകൾ നിലനിൽക്കെ തന്നെ ഇത്രയും ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ച പരവതാനി വിരിച്ച് സ്വാഗതം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഒരു വിദേശ കമ്പനിയുടെ ഷെയറിന് അതിന് ലിമിറ്റേഷൻസ് വെക്കേണ്ടതുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ പരിശോധിക്കണം. കാരണം 40 മുതൽ 60 വർഷം വരെയാണ് മാക്സിമം ഈ അദാനിക്ക് ഈ പോർട്ടിൻ്റെ നടത്തിപ്പുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലേക്ക് തിരിച്ചു കിട്ടുകയാണത്. അപ്പോൾ അത് ഏത് രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു പഠനം ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാർ നടത്തേണ്ടതുണ്ട്. അതിന് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയും നൽകണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.